ന്യൂസ് X1 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനം കുമരമ്പത്തൂർ കലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. AEO C അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ഉപജില്ല വിദ്യാരംഗ കലാസാഹിത്യവേദി സബ് ജില്ലാതല ഉദ്ഘാടനവും ജനറൽ ബോഡി യോഗവും നടത്തി. ബാലസാഹിത്യ എഴുത്തുകാരായ അജൽ കൃഷ്ണ, ജസ അൻവർ എന്നിവർ മുഖ്യ അതിഥികളായി. കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മണ്ണാർക്കാട് ഉപജില്ല വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ സബ് ജില്ലാതല ഉദ്ഘാടനവും ജനറൽ ബോഡി യോഗവും മണ്ണാർക്കാട് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ C അബൂബക്കർ നിർവഹിച്ചു. ഉപജില്ല വിദ്യാരംഗം കോർഡിനേറ്റർ CK ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യ എഴുത്തുകാരായ അജൽ കൃഷ്ണ, ജസ അൻവർ എന്നിവർ മുഖ്യ അതിഥികളായി എത്തി. മാനുഷികത നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകി സമൂഹത്തിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ സാമൂഹ്യ ജീവിയാക്കി മാറ്റുക എന്നതാണ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ലക്ഷ്യമെന്നും ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ C അബൂബക്കർ പറഞ്ഞു. ഈ ഒരു മാനസികത എന്ന് പറയുന്ന സംഗതി നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് അവനെ അവസ്ഥത്തിലേക്ക് അല്ലെങ്കിൽ അവനവനിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഈ കാലത്ത് നമ്മുടെ മക്കളെ, നമ്മുടെ മുമ്പിൽ വരുന്ന കുരുന്നുകളെ അവരെ പ്രത്യേകം പരിശീലനം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഒരു സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന, ഒരു സോഷ്യൽ ആനിമലാക്കി മാറ്റുന്ന ഒരു വലിയ പ്രക്രിയയാണ് വിദ്യാരംഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഖ്യമായ ഒരു ആശയം എന്ന് പറയുന്നത്. മാത്രമല്ല, കുട്ടികളിലുള്ള സർഗാത്മകത അത് വളർത്തിയെടുക്കാനും നല്ല കഴിവുകൾ പരിപോഷിപ്പിക്കാനും, അത് കഥാരൂപത്തിലാണെങ്കിലും കവിതാരൂപത്തിലാണെങ്കിലും ഏത് തരത്തിൽ കുട്ടികളിലുള്ള സർഗവാസനകളുണ്ടോ അതൊക്കെ പുറത്തു വന്നുകൊണ്ട് സമൂഹത്തിന് ഉപകരിക്കുമാറ് അത്തരം കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് വിദ്യാരംഗത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ വർഷം LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഗാന്ധി സ്മൃതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളിൽ മികച്ച നിലവാരം പുലർത്തിയ ഗാന്ധി സ്മൃതി ട്രോഫികൾ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ ഏറ്റുവാങ്ങി. വിവിധ വിദ്യാരംഗ ശില്പശാലകൾ നയിച്ച വ്യക്തികൾക്കുള്ള മൊമെൻ്റോയും ചടങ്ങിൽ വിതരണം നടത്തി. ശിവശ്രീ, PK ആശ, ജയചന്ദ്രൻ ചത്തല്ലൂർ, വിനോദ് ചത്തല്ലൂർ, ഫിറോസ് ഖാൻ പുത്തനങ്ങാടി, PR ശൈലജ, K ശക്തിവേൽ, P ദീപക് എന്നിവരെ അനുമോദന പത്രം നൽകി ആദരിച്ചു. അക്കാഡമിക് കൗൺസിൽ കൺവീനർ SR ഹബീബുള്ള, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷഫീഖ്, ജില്ലാ പ്രതിനിധി KK മണികണ്ഠൻ, PM മധു എന്നിവർ സംസാരിച്ചു. ഉപജില്ലാ വിദ്യാരംഗം കോർഡിനേറ്ററായി ശിവശ്രീയെയും അസിസ്റ്റന്റ് കോർഡിനേറ്ററായി K വിനോദിനെയും PK ആശയെയും തെരഞ്ഞെടുത്തു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 70-ലധികം അധ്യാപകർ പങ്കെടുത്തു. ഇനി ബാലസാഹിത്യ പ്രതിഭകൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ജസ. ഞാൻ GMLP സ്കൂൾ കരിക്കിലത്താണ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ എഴുത്തിൻ്റെ വളർച്ചയാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് കാലത്ത് തന്നെയാണ് ഞാനും എൻ്റെ എഴുത്ത് തുടരുന്നത്. അവധിക്കാല പ്രവർത്തനം എന്ന ഭാഗത്തോടുകൂടി ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഡയറി എഴുത്ത് എന്ന് പറഞ്ഞൊരു പ്രവർത്തനം ഞങ്ങൾക്ക് തന്നു. അക്ഷരമൊന്നും അറിയാത്ത ഞങ്ങൾക്ക് എങ്ങനെയാണ് ഡയറി എഴുതാൻ കഴിയുക എന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ചിന്ത. എന്നാൽ മാഷ് പറഞ്ഞു, അങ്ങനെ ബുദ്ധിമുട്ടേണ്ട, നിങ്ങളുടെ അനുഭവങ്ങൾ വെറുതെ കുറിച്ചിട്ടാൽ മതി എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ എഴുതി തുടങ്ങി. 2ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ധന്യ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറും എൻ്റെ ഡയറികൾ കാണുന്നത്. എൻ്റെ ഡയറികൾ കണ്ടപ്പോൾ കൂടുതൽ അത് നന്നാവാൻ വേണ്ടി ടീച്ചർ എൻ്റെ ഒപ്പം ഇരുന്ന് ഞങ്ങളത് രണ്ടുപേരും കൂടി ഒന്ന് ശരിയാക്കി എഴുതാൻ തുടങ്ങി. അങ്ങനെ കാച്ചു കുറുക്കിയ കഥകളും കവിതകളുമാണ് എൻ്റെ ഡയറിയിലുള്ളത്. കാറ്റൊന്നുമെല്ലെ വീശിയപ്പോൾ അക്ഷരപ്പൂക്കൾ കൊഴിഞ്ഞു വീണു, തേൻമൊഴിയായി മാറിയല്ലോ. നിറമുള്ള പൂക്കളിൽ തേൻ കുടിക്കാൻ പാറിപ്പറന്നെത്തി കുഞ്ഞിക്കിളി. പെറുക്കിയെടുത്തു പൂക്കളെല്ലാം അക്ഷരങ്ങൾ എന്തു
ചോളമാക്കി കുഞ്ഞിക്കൈയിൽ ഒളിപ്പിച്ചു വെച്ചൊരു പൂമ്പാറ്റ കൂട്ടമായി മാറിയല്ലോ. കൂട്ടുകാർക്കൊപ്പം പഠിച്ചു നടക്കുന്ന അക്ഷരമാണെന്റെ ജീവൻ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.